ഞാൻ ശ്രീ അനിൽകുമാറിലേക്കാണ് പോകുന്നത്. ശ്രീ അനിൽകുമാർ, അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നത് അധിക വായനയാണ്, അസംബന്ധമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അതിലൊരു പ്രതികരണം വന്നെന്നിരിക്കും. ഒരാൾ ചൂത്തയാണെന്ന് പറയാൻ പറ്റുമോ? പാർട്ടി ഇപ്പോഴാണോ അറിയുന്നത്, അതോ നേരത്തെ പാർട്ടി അറിഞ്ഞിരുന്നോ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന്? ശ്രീ അനിൽകുമാർ, ഈ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച പാർട്ടി അറിഞ്ഞിട്ടാണോ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതൊന്നും എനിക്കറിയാൻ ചളമായെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയല്ലോ. അദ്ദേഹത്തിന്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയ സന്ദർശനത്തിന്റെ രീതി എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എങ്ങനെയാണ്? CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയ സന്ദർശനം നടത്തുകയാണ് പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. ഒരു രാഷ്ട്രീയ സന്ദർശനം ഇല്ല, പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നു. അല്ലല്ല, ഒരു പൊടുന്നനെയൊന്നുമില്ല. ഇത് കുറെ നാൾ മുമ്പ് എന്തോ ഉണ്ടായൊരു കഥയാണ്. കുറെ നാൾ മുമ്പ് അത് പശുവും ചെത്തും മൂറിലെ പുളിയും പോയി. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വിമർശിക്കാതിരുന്നത്, മുഖ്യമന്ത്രി കൂടി ഈ പ്രകാശ് ജാവ്ദേക്കർ പലതവണ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് മുഖ്യമന്ത്രി പലതവണ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത്? അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ദല്ലാൽ നന്ദകുമാർ ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? എ കെ ആന്റണിയുടെ മകനുമായിട്ട്, PJ കുര്യനുമായിട്ട്, ശോഭാ സുരേന്ദ്രനുമായിട്ട്, ടി പി ജയരാജനുമായിട്ട്. അങ്ങനെ ശരിയല്ലത്, ശരിയല്ല, മോശം. അവരുമായിട്ട് ഡീല് ചെയ്യുന്ന ഒരു ദല്ലാൽ നന്ദകുമാർ ഇ പി ജയരാജന്റെ സമീപത്തേക്ക് വന്നപ്പോ അത്തരം സൗഹൃദങ്ങളെ വിലക്കണമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനർത്ഥം എന്താണ്? അത് രാഷ്ട്രീയമായൊരു വായന വേണ്ടതില്ല എന്നാണ് CPM നിലപാട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. ഞങ്ങളെ കുറിച്ച് കള്ളക്കഥ ഉണ്ടാക്കിയതാണ്, അതിനപ്പുറം ഇല്ലല്ലോ. പിന്നിപ്പോ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നാ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് ചെയ്യാനേ. പിന്നെ കരിവന്നൂരോ CPM-ന്റെ അക്കൗണ്ടോ ഒരു ചുക്കും ചെയ്യാനില്ലെന്നേ. അതുകൊണ്ട് BJP-യുടെ പ്രതിനിധിയോട് ഞാൻ പറയുകയാണ്, നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്കിട്ട് ചെയ്യാനുള്ള ചെയ്തിട്ട് വാ. മോദിക്ക് അധികാലം ആയുസില്ല, അമിത്ഷയ്ക്കും ഇല്ല, തീർന്നു നിങ്ങളുടെ ഗവൺമെന്റ്. ചെയ്യാനുണ്ടെങ്കിൽ ജൂൺ 4 മുമ്പ് ചെയ്യണം, തന്റെ ഇടമുണ്ടോ ചെയ്യണം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. ഒരു വലിയ സംഭവം അല്ലേ? പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ ജൂൺ 4 മുമ്പ് ചെയ്തോ, ഇല്ല പിന്നെ ചെയ്യാൻ പറ്റില്ല. എന്റെ പൊന്ന് അനിൽകുമാറെ, താൻ എന്റെ സുഹൃത്തായി പോയതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ മാർദ്ദവത്തോടുകൂടി സംസാരിക്കുന്നത്. പിന്നെ ജൂൺ 4 കഴിഞ്ഞ് ആര് പ്രധാനമന്ത്രിയാവുന്ന നിങ്ങളുടെ വിചാരം? സീതാറാം യെച്ചൂരിയോ, പ്രകാശ് കാരട്ടോ, അതോ ഈ പിണറായി വിജയനോ? പിന്നെ ആര് പ്രധാനമന്ത്രിയാവുന്ന? ജൂൺ 4 കഴിഞ്ഞാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വണ്ടി കിട്ടോ ജി സാർ.